എടാ ലോഡൊക്കെ നേരെ വേ. അപ്പം നമ്മൾ ഭാരത് ബെൻസ് ഒരു വണ്ടി എടുത്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെ ഒരു ചരക്ക് കയറ്റിക്കൊണ്ട് വരികയാണ്. മെറ്റിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഭാഗത്താണ്. ഇവിടെ ഒരു സ്ഥലത്താണ് ഇറക്കേണ്ടത്. നമ്മൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഒരു ലോഞ്ച് നിർത്തിയിട്ട് ഇപ്പോൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടിയെ കൊണ്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. എടാ കിളി, നിന്റെ പേര് പറഞ്ഞു കൊടുക്കടാ. നിതീഷ്. നീ എവിടെ നിന്നൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞു കൊടു. ഞാൻ തമിഴ്നാട്. ഓക്കെ. ഇവിടെ വണ്ടി കുഴപ്പമില്ല, ഇറക്കാം. ഓക്കെ, ഇനി കുറച്ചങ്ങോട്ട് പോയാൽ സ്ഥലം എത്തി. നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് കയറിയത്. നിതീഷ് ഇന്നലെ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും എൻ്റെ ഒപ്പം ചേർന്നതാണ്. കാരണം ഇവന് എവിടെയും ജോലിയൊന്നും നോക്കിയിട്ട് അവിടെയൊന്നും ജോലി കിട്ടുന്നില്ലായിരുന്നു. അല്ലേടാ നിതീഷേ? അത് തന്നെയാണ്. എടാ ഇവിടെ ട്രാഫിക് കുറച്ച് കൂടുതലാടാ. ഈ മൂന്നാർ ഭാഗത്ത് ട്രാഫിക് ഇച്ചിരി കൂടുതലാണ്. നമ്മൾക്ക് ഈ അടുത്തേതോ ഏരിയയിലാണ് ഇറക്കേണ്ട സാധനം. കുറച്ചങ്ങോട്ട് റിവേഴ്സ് വെച്ചിട്ട് ഇറക്കാം. ഞാൻ ഈ സ്ഥലത്ത് നേരത്തെ വന്നിട്ടുണ്ട്. ഇവർ കാണാൻ വിളിച്ചായിരുന്നു എന്നെ, ഇവിടെയാണ് ലോഡ് ഇറക്കേണ്ടതെന്ന് പറയാൻ. അപ്പോഴേക്കും ഞാൻ ഇവിടെ ലോറി ഇല്ലായിരുന്നല്ലോ. ഞാൻ മറ്റേ വേറെ ഒരു ലോറിയിൽ ടാറ്റയുടെ ലോറിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അത് കാരണം ഈ സ്ഥലത്ത് അത് പണ്ടെങ്ങാണ്ട് കൊണ്ട് കിട്ടി. ആരും എടുത്തിട്ടില്ല ആ ലോറി. അണ്ണൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ആർക്കും വേണ്ടാത്ത ഈ സ്ഥലത്താണ് നമുക്ക് ഇറക്കണം. നമുക്ക് വണ്ടി പയ്യെ റിവേഴ്സ് എടുത്ത് ഇറക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഇറക്കാമല്ലേ? ഇവിടെയാണ് ഇറക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കങ്ങോട്ട് ഇറക്കിയേക്കാം. ഇറങ്ങി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കുറച്ച് വെറ്റിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും കൂടിയുള്ളതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇറക്കിയത് കേട്ടല്ലോ. ഓക്കെ, താത്തട്ടെ. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിവിടെ നിന്ന് മെറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് മെറ്റൽ നമ്മുടെ വണ്ടിയുടെ പുറകിലുണ്ട്. കാരണം നമ്മളിത് വേറെ സ്ഥലത്താണ് കൊണ്ടാക്കാനാണ്. അല്ലേടാ? അത് തന്നെ. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ സബ് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും.